മുൻപ് ഒരൊറ്റ മാവിൽ 80ഓളം ഇനം മാങ്ങകൾ ഒട്ടിച്ചു ചേർത്ത് വിജയഗാഥ രചിച്ച നാട്ടുകാർ സ്നേഹത്തോടെ മാങ്ങാപ്രാന്തൻ എന്ന് വിളിക്കുന്ന കാരശ്ശേരി സ്വദേശി അബ്ദു പൊയിലിലാണ് അപൂർവ ഇനം ചക്കയായ നങ്കാട്ടാക്ക് വിളയിച്ചത്. അപൂർവങ്ങളായ പഴവർഗ്ഗങ്ങളുടെ കലവറ തന്നെയാണ് അബ്ദു പൊയിലിന്റെ വീടും പരിസരവും. അബ്ദു ചെയ്യാത്ത കൃഷികൾ ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം. ആ ഫലസമൃദ്ധിയിലേക്കാണ് ഇപ്പോൾ മലേഷ്യൻ സ്വദേശിയായ നങ്കാട്ടാക്ക് പ്ലാവും വിരുന്നെത്തിയിരിക്കുന്നത്. 3 വർഷം മുൻപ് നട്ട പ്ലാവ് ഇപ്പോൾ നിറയെ കായ്ച്ചു നിൽക്കുന്നു. സാധാരണ നമ്മുടെ നാട്ടിലെ ചക്കയൊക്കെ വെട്ടണമെങ്കിൽ കത്തി വേണം. എന്നാൽ അതിന്റെയൊന്നും ആവശ്യമില്ല. നന്നായി പഴുത്തു കഴിഞ്ഞാൽ കയ്യിലെടുത്തൊരു തൊണ്ട് പൊളിക്കുന്ന സുഖത്തിൽ ഇതിന്റെ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കാം. ചക്കയ്ക്ക് നല്ല തേൻമധുരമാണ്. 3 വർഷം കൊണ്ടാണ് ചക്ക കായ്ച്ചത്. ചക്ക വലിപ്പമുണ്ടാവും, അത്യാവശ്യം നീളമുണ്ടാവും. ഓവർ ചുള ഉണ്ടാവില്ല, ഉള്ളിൽ ഉള്ള ചുള നല്ല മധുരമായി നങ്കടാക്കി. പക്ഷെ മഴക്കാലത്താണല്ലോ ഇപ്പം ഈ ചക്കൊക്കെ ഫുള്ള് വെള്ളം കയറിയിട്ട് പ്രശ്നങ്ങൾ, അതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെ തായ്ലൻഡ്, ഇന്തോനേഷ്യ, കംബോഡിയ, ഇവിടെ നിന്നൊക്കെയല്ല ചക്കകൾ നമുക്ക് ഒറിജിനൽ ചക്ക കിട്ടുന്നത്. ഇത് 3 വർഷം കൊണ്ട് കായ്ച്ചു. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും മധുരത്തിലും ഗുണത്തിലും ഇവൻ പുലിയാണ്. പശ ഒട്ടുമില്ലാതെ കൈകൊണ്ട് തന്നെ പെട്ടെന്ന് ചുളകൾ വേർതിരിച്ചെടുക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ പ്രിയങ്കരമാണ്. മാവിലും പ്ലാവിലും മാത്രമല്ല, മണ്ണറിഞ്ഞ് സ്നേഹത്തോടെ പരിചരിച്ചാൽ ഏത് വിദേശ പഴവും മലയോര മണ്ണിൽ വിളയിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അബ്ദു പൊയിലിൽ. അമൃത ന്യൂസ്, കോഴിക്കോട്.